മലയോരപ്പറമ്പിൽ മാത്യുവിനെ കൊല ചെയ്ത സ്ഥലത്തു നിന്നും മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചു. അവശിഷ്ടങ്ങൾ മാത്യുവിന്റേതാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. മനുഷ്യന്റെ കൈപ്പത്തിയോട് സാമ്യമുള്ള എല്ലിൻ കഷ്ണങ്ങളാണ് ലഭിച്ചത്. സമീപത്തുള്ള പുരയിടത്തിൽ നിന്നാണ് എല്ലിൻ കഷ്ണങ്ങൾ ലഭിച്ചത്. പോലീസ് പരിശോധന തുടരുകയാണ്. ടി.പി. പ്രശാന്ത് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. പ്രശാന്ത്, ഇക്കാര്യത്തിൽ ഫോറൻസിക് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ടോ? അരുൺ, മാത്യുവിന്റെ മൃതദേഹം കുഴിച്ചിട്ടതായി സംശയിക്കുന്ന കെട്ടിടത്തിന് സമീപത്തുള്ള പറമ്പിൽ നിന്ന് ആണ് എല്ലിൻ കഷ്ണം കണ്ടെടുത്തിട്ടുള്ളത്. കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായി മണ്ണ് നീക്കം ചെയ്ത് സമീപത്തെ പറമ്പിൽ നിക്ഷേപിച്ചിരുന്നു. ഇതിന്റെ മുകളിൽ ചിതറിക്കിടക്കുന്ന തരത്തിലാണ് എല്ലിൻ കഷ്ണം കണ്ടത്. മനുഷ്യന്റെ കൈപ്പത്തിയുമായി സാമ്യമുള്ളതാണ് എല്ലിൻ കഷ്ണങ്ങളെന്നാണ് ഒരു പ്രാഥമികമായിട്ടുള്ള നിഗമനം. ഫോറൻസിക് ഉദ്യോഗസ്ഥർ ഇത് ശേഖരിച്ചു. ഈ എല്ലിൻ കഷ്ണങ്ങൾ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകളിൽ മാത്രമേ ഇത് മനുഷ്യന്റേതാണോ എന്ന കാര്യത്തിന് പൂർണ്ണത വരുത്താൻ കഴിയൂ. എങ്കിലും 80% അത്തരത്തിൽ സാധ്യത ഉണ്ട് എന്ന തരത്തിലാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചന. അതേസമയം മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയില്ലെങ്കിൽ പോലും പ്രതിക്കുമേൽ കൊലക്കുറ്റം ചുമത്താമെന്നും മാത്രമല്ല പരിശോധന കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്നും ജില്ലാ പോലീസ് മേധാവി KG സോമൻ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വിദഗ്ധ പരിശോധനയോടെ മാത്രമേ എല്ലിൻ കഷ്ണങ്ങൾ മനുഷ്യനാണെന്ന് സ്ഥിരീകരിക്കാനാവൂ. എങ്കിലും കെട്ടിടത്തിന്റെ അകത്ത് ഇപ്പോൾ നടക്കുന്ന പരിശോധന ഇപ്പോഴും വീണ്ടും തുടരുകയാണ്. ടി.പി. പ്രശാന്ത്.